ഹലോ ടു സ്പീഡ് വിവേഴ്സ്, ഹൗ യു, വാട്സപ്പ്. പലപ്പോഴായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിലെല്ലാം തന്നെ എഞ്ചിനുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇൻലൈൻ എഞ്ചിൻ, V8 എഞ്ചിൻ, 4 സിലിണ്ടർ എഞ്ചിൻ, 6 സിലിണ്ടർ എഞ്ചിൻ തുടങ്ങി ഇവയെല്ലാം എന്താണെന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഭൂരിഭാഗം വരുന്ന വാഹനപ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് വാഹനം എന്നറിയാമല്ലോ. എന്നാൽ അത്തരം ഒരു കണ്ടുപിടുത്തത്തിലേക്ക് ലോകത്തെ നയിച്ചത് എഞ്ചിനുകളാണ്. 1860കളിലാണ് ലോകത്തെ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിന് ഇൻവെൻറ്റഡ് ആയത്. എന്നാൽ അതിനു മുമ്പ് അതിൻ്റെ ചിന്തകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. വന്ന നാൾ മുതൽ കാലഘട്ടത്തിനനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും മികച്ച അപ്ഡേറ്റുകളായി മുന്നേറുകയാണ് എഞ്ചിനുകൾ. വിവിധ തരത്തിലുള്ള നിരവധി എഞ്ചിനുകളാണ് ലോകത്തുള്ളത്. എഞ്ചിനുകൾ, അവയുടെ ഡിസൈൻ, ഫ്യുവൽ ടൈപ്പ്, സിലിണ്ടറുകൾ, ഉപയോഗം എന്നിങ്ങനെ നിരവധിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും എഞ്ചിനുകളെ 2 ടൈപ്പാണുള്ളത്: ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് ആൻഡ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻസ്. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനുകൾ എന്നാൽ എഞ്ചിന് പുറത്ത് വെച്ച് ഫ്യുവലിൻ്റെ കമ്പഷൻ പ്രോസസ്സ് നടത്തുന്നവയാണ്. അതായത് ഫ്യുവൽ കത്തുന്നത് എഞ്ചിന് പുറത്ത് വെച്ചിട്ടായിരിക്കും. ഇത്തരത്തിൽ കത്തുന്ന ഫ്യുവലിൻ്റെ എനർജി ഉപയോഗിച്ചായിരിക്കും എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. ഇത്തരം എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി കത്തിച്ചിട്ട് ട്രെയിൻ ഓടിക്കുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഇന്ന് നാം വാഹനങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുകൾ. ഇതിൽ ഫ്യുവൽ കത്തുന്നത് എഞ്ചിൻ്റെ അകത്ത് വെച്ചാണ്. ഇത്തരത്തിൽ എഞ്ചിനുള്ളിൽ വെച്ചാണ് കമ്പഷൻ പ്രോസസ്സ് നടന്ന് പവർ ജനറേറ്റ് ആവുന്നത്. ഇന്നത്തെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന 2 സ്ട്രോക്ക്, 4 സ്ട്രോക്ക് പെട്രോൾ, ഡീസൽ എഞ്ചിനുകളെല്ലാം ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് അവയുടെ പല തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് എത്ര തരമുണ്ടെന്ന് നോക്കാം. വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈൻ അനുസരിച്ച് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് പ്രധാനമായിട്ടും റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ്, റോട്ടറി എഞ്ചിൻസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ് ആണ്. അതിൽ ഒരു പിസ്റ്റണും സിലിണ്ടറും ഉണ്ടായിരിക്കും. സിലിണ്ടറിനകത്തെ പിസ്റ്റൺ സഞ്ചരിക്കുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനിലായിരിക്കും. അതായത് കമ്പഷൻ പ്രോസസ്സിൽ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പ്രവർത്തിക്കുന്നത് താഴോട്ടും മുകളിലോട്ടും ചലിച്ചിട്ടായിരിക്കും. ഇനി വരുന്നതാണ് റോട്ടറി എഞ്ചിനുകൾ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് എഞ്ചിനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ എഞ്ചിനുകൾക്ക് റോട്ടറും ചേമ്പറും അടങ്ങിയിട്ടുണ്ടാവും. ഇഗ്നിഷൻ്റെ സമയത്ത് ഈ റോട്ടറി ചേമ്പറിനുള്ളിൽ ഒരു റോട്ടറി മോഷൻ സൃഷ്ടിക്കപ്പെടും. ഇതുമൂലമാണ് ഇത്തരം എഞ്ചിനുകളിലെ പവർ ജനറേറ്റ് ആവുന്നത്. യാതൊരു വിധത്തിലുള്ള ടു ആൻഡ് ഫ്രോ മോഷനൊന്നും ഈ എഞ്ചിൻ ഉണ്ടാകത്തില്ല. പൂർണ്ണമായിട്ടും റോട്ടറിൻ്റെ റോട്ടറി മോഷനാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. റോട്ടറി എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ് വാങ്കൽ റോട്ടറി എഞ്ചിനുകളും ടർബൈൻ എഞ്ചിനുകളൊക്കെ. നമ്മൾ മുകളിൽ പറഞ്ഞു 4 സ്ട്രോക്ക് എഞ്ചിൻസ് എന്നും 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനിൽ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് സ്ട്രോക്കുകളുടെ എണ്ണം അനുസരിച്ചുള്ളത്. അത്തരത്തിലുള്ള സ്ട്രോക്കുകളുടെ എണ്ണം അനുസരിച്ച് പ്രധാനമായിട്ടും ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുകളെ 2 സ്ട്രോക്ക് എന്നും 4 സ്ട്രോക്ക് എന്നും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം 2 സ്ട്രോക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനിൽ, അതായത് പിസ്റ്റൺ താഴോട്ടും മുകളിലോട്ടുമായിട്ട് 2 തവണ സഞ്ചരിക്കുന്നതിനെയാണ് 2 സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു റെവല്യൂഷനിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് 1 തവണ താഴേക്കും, പിന്നീട് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്നും ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് 1 തവണ മുകളിലേക്കും സഞ്ചരിച്ചാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു റെവല്യൂഷനിൽ 2 സ്ട്രോക്ക് എഞ്ചിനുകൾ 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി വരുന്നതാണ് 4 സ്ട്രോക്ക് എഞ്ചിനുകൾ. ഇതെന്താണെന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റെവല്യൂഷനിൽ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവയാണ് 4 സ്ട്രോക്ക് എഞ്ചിനുകൾ എന്ന് പറയുന്നത്. സക്ഷൻ, കംപ്രഷൻ, പവർ എക്സോസ്റ്റ് എന്നിങ്ങനെയുള്ള 4 സൈക്കിളുകളാണ് 4 സ്ട്രോക്ക് എഞ്ചിനിലുള്ളത്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ പിസ്റ്റൺ 2 തവണ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടത്തിലേക്കും 2 തവണ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കും സഞ്ചരിച്ചുകൊണ്ടാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പണ്ടത്തെ RX 100 ബൈക്കുകളില്ലേ, അതിനെ ചൂണ്ടിക്കാണിക്കാം. 4 സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഏത് ബൈക്ക് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. 4 സ്ട്രോക്ക് എഞ്ചിനുകളെ അപേക്ഷിച്ച് പവർ കൂടുതൽ 2 സ്ട്രോക്കുകൾക്കായിരിക്കും. എന്നാൽ ഇവയുടെ വിലയും പൊല്യൂഷനും 4 സ്ട്രോക്കുകളേക്കാൾ കൂടുതലാണ്. ഉയർന്ന രീതിയിൽ പൊല്യൂഷൻ സൃഷ്ടിക്കുന്നത് മൂലമാണ് 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇറങ്ങാത്തത്. എങ്കിലും ഭൂരിഭാഗം പേർക്കും പ്രിയപ്പെട്ട ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് 2 സ്ട്രോക്കുകൾ തന്നെയാണ്. 2 സ്ട്രോക്ക് യമഹ ബൈക്കുകളുടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഡിമാൻഡ് പോകാത്തത് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ പ്രിയപ്പെട്ട RS 100 പോലെ.
ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻജിൻ ക്ലാസിഫിക്കേഷനാണ് ഫ്യുവൽ ഉപയോഗിച്ചുകൊണ്ടുള്ളത്. ഏത് തരം ഫ്യുവലാണോ എൻജിൻ ഇഗ്നീഷനായിട്ട് ഉപയോഗിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവ. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് പെട്രോൾ എഞ്ചിന്, ഡീസൽ എഞ്ചിന്, ഗ്യാസ് ഫ്യുവൽ എഞ്ചിന്. ഇനി പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. ഈ എഞ്ചിനിൽ ഇഗ്നീഷൻ നടക്കുന്നത് എയറും ഫ്യുവലും കാർബറേറ്ററിൽ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് സിലിണ്ടറിനകത്തേക്ക് കടത്തിവിടുന്നത്. കംപ്രഷന് ശേഷം ഇവയിലേക്ക് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുത്താണ് ഫ്യുവലിനെ കത്തിക്കുന്നത്. ഇനി ഡീസൽ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ സിലിണ്ടറിനകത്തേക്ക് എയറിനെ മാത്രം കടത്തിവിട്ട് അതിനെ കംപ്രസ് ചെയ്തതിന് ശേഷം ഫ്യുവൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് ഇഗ്നീഷൻ നടത്തുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന എയറിലേക്ക് വളരെ ശക്തിയിൽ ഫ്യുവലിനെ സ്പ്രേ ചെയ്യുമ്പോൾ അവ അവിടെ വെച്ച് കത്തി തുടങ്ങാൻ ആരംഭിക്കും. ഇവയെ കംപ്രഷൻ ഇഗ്നീഷൻ എന്നാണ് പറയുന്നത്. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനിൽ വരുന്നവയാണ് നമ്മൾ മുകളിൽ സൂചിപ്പിച്ച സ്പാർക്ക് ഇഗ്നീഷനും കംപ്രഷൻ ഇഗ്നീഷനും. ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ എഞ്ചിനുകളിലെ സ്പാർക്ക് ഇഗ്നീഷനും ഡീസൽ എഞ്ചിനിലെ കംപ്രഷനും ആയിരിക്കും വരുന്നത്. അതെപ്പോഴും അറിഞ്ഞിരിക്കുക. ഡീസൽ എഞ്ചിനിലെ സ്പാർക്ക് പ്ലഗുകൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. അവിടെ ഫ്യുവൽ ഇഞ്ചക്റ്റുകളായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ ഉയർന്ന പവറും ഡീസൽ എഞ്ചിനിൽ ഉയർന്ന ടോർക്കുമായിരിക്കും പരസ്പരം വ്യത്യാസപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ പവർ ആവശ്യമുള്ള റേസിംഗ് കാറുകളിൽ പെട്രോൾ എഞ്ചിനും ലോഡ് വലിക്കുന്ന കൊമേഴ്ഷ്യൽ വാഹനങ്ങളില്ലേ അതിൽ ഡീസൽ എഞ്ചിനും ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു എഞ്ചിനാണ് ഗ്യാസ് ഫ്യുവൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എഞ്ചിനുകൾ. CNG പോലെയുള്ള നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇത്തരം എഞ്ചിനുകളിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവ പെട്രോൾ ഫ്യുവലുകളിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഓപ്ഷൻ ഗ്യാസ് ഫ്യുവലുകൾക്ക് നൽകിയിട്ടുള്ളത് എന്നത് ഇന്ത്യയിലെ CNG വാഹനങ്ങൾ എന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അവയുടെ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ളത്. ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് ഉപയോഗിച്ചും പ്രഷർ വോളിയം ഗ്രാഫുകൾ ഉപയോഗിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരം സൈക്കിളുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം. തൽക്കാലം നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ പ്രധാനമായിട്ടും വരുന്ന സൈക്കിൾ ഓഫ് ഓപ്പറേഷനുകളാണ് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും. ഈ പെട്രോൾ എഞ്ചിനിലെല്ലാം പ്രവർത്തിക്കുന്നത് ഓട്ടോ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അവയിൽ വരുന്ന സിലിണ്ടറുകളുടെ എണ്ണം അനുസരിച്ച് വരുന്നത്. നമ്മൾ പല വീഡിയോയിലായിട്ട് 4 സിലിണ്ടർ, സിംഗിൾ സിലിണ്ടർ, ഡ്യുവൽ സിലിണ്ടർ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവ എന്താണെന്ന് എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും. എങ്കിലും അറിയാത്തവർക്കായിട്ട് സിംഗിൾ സിലിണ്ടർ എന്ന് വെച്ചാൽ ആ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ സിലിണ്ടറും പിസ്റ്റണും അടങ്ങിയിട്ടുള്ള യൂണിറ്റിലായിരിക്കും. പ്രധാനമായിട്ടും ബൈക്കുകളിലാണ് ഇവ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ മൾട്ടി സിലിണ്ടർ വാഹനങ്ങളെ അപേക്ഷിച്ച് സിംഗിൾ സിലിണ്ടർ വാഹനങ്ങളുടെ പവർ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അതോടൊപ്പം ഡ്യുവൽ സിലിണ്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബൈക്കുകളും നിലവിലുണ്ട്. ഇനി വരുന്നവയാണ് മൾട്ടി സിലിണ്ടർ എഞ്ചിനുകൾ. 2 മുതലോ അതിലധികമോ വരുന്നവയാണ് മൾട്ടി സിലിണ്ടറുകൾ. 2, 3, 4 തുടങ്ങി 6 വരെ എന്നിങ്ങനെയും അതിൽ കൂടുതൽ എണ്ണമുള്ള നിരവധി വാഹനങ്ങൾ ലോകത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെയധികം ലക്ഷറിയും സ്പോർട്സ് റേറ്റഡുമായിട്ടുള്ള മിക്ക കാറുകളിലും 8 സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ HDT, MDT ട്രക്കുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് 6 മുതൽ 8 വരെയുള്ള സിലിണ്ടറുകളായിരിക്കും. സിലിണ്ടറിൻ്റെ എണ്ണം പോലെ അവയുടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലും സിലിണ്ടറുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അവയിൽ പെട്ടവയാണ് വെർട്ടിക്കൽ ഓർ ഇൻലൈൻ എഞ്ചിനുകൾ. ഇതിൽ സിലിണ്ടറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ഷേപ്പിലായിരിക്കും. ഒന്ന് അതിനടുത്ത് മറ്റൊന്ന് എന്നിങ്ങനെ വെർട്ടിക്കൽ രീതിയിലായിരിക്കും ഇവയുടെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒട്ടുമിക്കവാറും സാധാരണ എഞ്ചിനുകളെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ടൈപ്പാണ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയുന്നത്. റെസിപ്രോക്കേറ്റിംഗ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളാണ് ഇവ. സെൻട്രൽ ക്രാങ്ക് കേസിൽ നിന്നും വീലുകളുടെ സ്പോക്ക് പോലെ റേഡിയേറ്റ് ചെയ്യുന്ന ഇവ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റാർ പോലെയായിരിക്കും പ്രവർത്തിക്കുന്നത്. കൂടുതലായിട്ടും എയർക്രാഫ്റ്റുകളിലാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഗ്യാസ് എഞ്ചിൻസിൻ്റെ വരവോടെ ഇവയുടെ ഉപയോഗം കുറഞ്ഞു. അടുത്തായിട്ട് വരുന്നതാണ് V ടൈപ്പ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ടു ബി കണ്ടിന്യൂഡ് ഇൻ പാർട്ട് 2. Stay tuned to Speed YouTube channel for the latest automobile updates.